ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂരിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകും വിധം വ്യവസായ വകുപ്പും ടൂറിസം വകുപ്പും ചേർന്ന് ഒരു നിർമ്മാണവും അനുബന്ധ വ്യവസായവും കോർത്തിണക്കി മുന്നോട്ടു പോകാനുള്ള പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി റിയാസ് കക്കാടത്ത് ഒരു പണിശാലയിൽ എത്തിയതായിരുന്നു മന്ത്രി. ബേപ്പൂർ BC റോഡിലെ കക്കാടത്ത് ഉരുപ്പണിശാലയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. അൽസഫിന എന്റർപ്രൈസസ് ഉരുപ്പണിശാല ഉടമ എടത്തൊടി സത്യനും തൊഴിലാളികളും ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. ഒരു നിർമ്മാണത്തിൽ ഏർപ്പെട്ട ജീവനക്കാരോട് മന്ത്രി നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വ്യവസായ വകുപ്പും ടൂറിസം വകുപ്പും ചേർന്ന് ഒരു നിർമ്മാണവും അനുബന്ധ വ്യവസായവും കോർത്തിണക്കി മുന്നോട്ടു പോകാനുള്ള പദ്ധതിയുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റിൽ ഒരു നിർമ്മാണത്തിനായി 5 കോടി രൂപ വകയിരുത്തിയ സാഹചര്യത്തിലാണ് നടപടി. ടൂറിസം മേഖലയ്ക്ക് കൂടി പ്രയോജനപ്പെടും വിധം വിനിയോഗിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇതിന് ബേപ്പൂരിലെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി പറഞ്ഞു. ബേപ്പൂർ മറീന, ചാലിയം, ഓഷ്യാനസ് എന്നീ സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ഉൽപ്പന്നം വിദേശ രാജ്യങ്ങളിൽ വലിയ ട്രെൻഡാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ബേപ്പൂർ ഉരുവുമായി ബന്ധപ്പെട്ട് ബേപ്പൂർ മറീന, ഓഷ്യാനിസ്, ചാലിയം എന്നിവയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുന്ന നില സ്വീകരിക്കാനും ഉരുവുമായി ബന്ധപ്പെട്ട് അത് വ്യവസായ വകുപ്പ് കൂടിയായി ചർച്ച ചെയ്തുകൊണ്ട് ടൂറിസം വകുപ്പും വ്യവസായ വകുപ്പും എല്ലാ ചർച്ചയും ചെയ്ത് മുന്നോട്ട് പോകാൻ ടൂറിസത്തിൻ്റെ ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും DDയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് റിപ്പോർട്ട് വെച്ച് ബഡ്ജറ്റിൽ അനുവദിച്ച തുക എങ്ങനെ നമുക്ക് ചെലവഴിക്കാം, അതിന് ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവരെ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ, ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, DTPC സെക്രട്ടറി T നിഖിൽദാസ് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. KP മുഹമ്മദ് അലിയുടെ ബലാത്സംഗ